1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. യവൻ പ്രേതത്തെ കണ്ട് പേടിച്ചെന്ന് പറഞ്ഞപ്പോ അയാള് കിടന്ന് ചിരിക്കുക. ആ, അങ്ങേര് പ്രേതത്തെ കണ്ടെന്ന് പറഞ്ഞാലും ഞാൻ കിടന്ന് ചിരിച്ചേനെ വെച്ചാ. അവളെ കണ്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ ധൈര്യശാലികളായി നടക്കുന്നവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് ഭയപ്പെടുത്തണമെന്നാ മാർക്കോ പറയുന്നേ. ആ, അതുപോലെ തന്നെയാ എന്റെ അനന്തുന്റെ നിലപാട്. പോലീസ് പിന്നെ വന്നായിരുന്നോ? 2 പോലീസുകാര് ബൈക്കിൽ വന്ന് ഓരോന്നൊക്കെ ചോദിച്ചിട്ട് പോയി. അതൊന്നും കാര്യാക്കണ്ട. പോലീസ് ഈ കേസിൽ തെളിവുകൾ ഉണ്ടാക്കാൻ കുറേ പാടുപെടും. എന്ന് വെച്ചാ അവളെ കത്തിച്ചു കളഞ്ഞിരിക്കല്ലേ. കത്തിച്ചു കളഞ്ഞവള് ഇപ്പൊ രാത്രി ഇറങ്ങി നടക്കല്ലേ. അല്ല, മേഘേട്ടൻ കണ്ടെന്ന് മാത്രല്ല, മേഘേട്ടനെ തലക്കടിച്ച് അവള് വീഴ്ത്തുകയും ചെയ്തു. മോളൊന്ന് ചുമ്മാ ഇരിക്കും മോളെ. ജീവിച്ചിരിക്കുന്ന ലക്ഷ്മിയായിരുന്നു നമ്മളൊക്കെ പേടിക്കേണ്ടിരുന്നേ. മരിച്ചവള് പോയി. ഇനി അവളുടെ ആത്മാവുമില്ല, പ്രേതവുമില്ല, പിശാചുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. പിന്നെ മേഘനെ അടിച്ചു വീഴ്ത്തിയത് മറ്റവനാണോന്നാ എന്റെ സംശയം. എന്നെയും മോന്റെ അമ്മാവനെയും അടിച്ച് ഹോസ്പിറ്റലാക്കി ഒരുത്തനുണ്ടല്ലോ, മാർക്കോ. അവനിപ്പോ കണ്ണന്റെ വലം കയ്യാ. അവൻ ഇനി സംശയം ഉള്ളിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താണോന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ശരി, കുറച്ചു ദിവസത്തേക്ക് നമ്മളെല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. ആ, അപ്പോഴേ ഇന്ന് ഞങ്ങളൊരു കേക്കൊക്കെ മുറിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കേക്ക് മുറിക്കല് മാത്രമല്ല, അതിനുശേഷം ഒരു ഡിന്നറും ഒരുക്കുന്നുണ്ട്. 2 ആളും രാത്രിയിലെങ്ങും പോരണം. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നാളെ പോയാ മതി. ഞങ്ങള് രാത്രിയിലേക്ക് എത്തിക്കോളാം. പക്ഷേ ഒരു ദിവസം താമസിക്കുന്നത് ശരിയല്ല ദുർഗെ. വേറൊന്നും കൊണ്ടല്ല, പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും ഇപ്പൊ ഈ വീട്. ആ നിലയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്ന് ഒരു ദിവസം താമസിച്ചാ അതൊക്കെ സംശയത്തിന് കാരണമാവും. നമ്മള് സങ്കടമൊക്കെ നടിച്ച് ഒരുമാതിരി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന നല്ലത്. അത് മതി ദുർഗെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്നല്ലോ. ഇനി ഈ സാഹചര്യങ്ങളൊക്കെ ഒന്ന് തണുത്തിട്ട് ബാക്കി മതി. അപ്പോഴേ നിങ്ങൾ സംസാരിച്ചിരിക്ക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അത് ഞങ്ങള് വിരുന്നുകാരൊന്നും അല്ലല്ലോ, ഞങ്ങളും വരാം. വാ മക്കളെ. എടാ മോനെ, ഞാനും മേഘനയൊക്കെ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. നിന്നെയും നിന്റെ അമ്മാവനെയൊക്കെ തരം താഴ്ത്തിയതിന് കണ്ണന് തക്കതായ ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. ഇനി നീയും മഞ്ജുവൊക്കെ വേണം കണ്ണന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ചൊക്കെ പിടിച്ചു വാങ്ങാൻ. അത് കുറച്ച് പ്രയാസാ. അങ്ങനൊന്നും ചിന്തിക്കണ്ട. അവൻ അവന്റെ നയം മാറ്റിയില്ലെങ്കിൽ അവന്റെ ഗതിയും അതോ ഗതിയാ. കണ്ണേടിന് ചുറ്റും ഇപ്പൊ അനന്തുവേട്ടനും അയാളുടെ ഭാര്യയും പിന്നെ ആ മാർക്കോ എന്ന് പറയുന്ന ഗുണ്ടയുണ്ട്. കണ്ണനും അനന്തും ഒക്കെ വക്കീൽമാരാണെങ്കിലും അവരെയൊന്നും എനിക്ക് പേടിയില്ല. പക്ഷേ ഈ അവസാനം പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, മാർക്കോ, അവന് നമ്മൾ പാസ് മാർക്ക് കൊടുത്തേ പറ്റൂ. അവനാള് പെശക. കണ്ണൻ നമ്മളെ കോടതിയിൽ കയറ്റിയാലും പിന്നെ കോടതിയും കേസും വഴക്കും ഒക്കെ ആയിട്ട് കുറേ കാലം നമുക്ക് തള്ളി നീക്കാം. പക്ഷേ അതുപോലല്ല ഈ മാർക്കോയുടെ കാര്യം. അവൻ നെഞ്ചു നോക്കി ഒന്നും തന്നു കഴിഞ്ഞാലേ പിന്നെ കോടതിയുമില്ല, കേസുമില്ല, വഴക്കുമില്ല. അതോടെ തന്നെ നമ്മുടെ വിധി നടപ്പാക്കും. അതുകൊണ്ട് എല്ലാം ഒന്ന് ആറി തണുത്തു കഴിഞ്ഞാ ഞാനും മേഘനും വാമേട്ടനും അവനെ നുറുക്കിക്കളയണമെന്നാണ് ചിന്തിച്ചോണ്ടിരിക്കുന്നത്. ഞാനും അത്യാവശ്യം ഗുണ്ടായുസത്തിലൂടെ തന്നെ വളർന്നു വന്നവനാ മോനെ. എങ്കിലും ഈ മാർക്കോ എന്ന് പറയുന്നവനെ എനിക്ക് കുറച്ച് പേടിയും ഭയമൊക്കെ ഉണ്ട്. അവൻ അതുപോലൊരു ഇനവാ. പരയംപുലിക്ക് വെട്ടുപോത്തിലുണ്ടായ സന്താനം. അതെ, മഞ്ജു ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു.
ഇന്ന് അവളുടെ വീട്ടിലൊരു പാർട്ടി നടത്തുന്നുണ്ട്. അതായത് കണ്ണൻ സാറിന്റെ വീട്ടില് മഹാലക്ഷ്മി മരിച്ചതിന്റെ പാർട്ടി. കേക്ക് മുറിക്കുന്നുണ്ടെന്നൊക്കെയാ പറഞ്ഞത്. ഓ, അപ്പൊ കണ്ണൻ സാറും മഹാലക്ഷ്മിയും അനന്ത് സാറും ഒക്കെ ഇത് അറിയണമല്ലോ. ഉറപ്പായിട്ടും അറിയണം. ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ. മഞ്ജു നടന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. അപ്പൊ അവളെ വിശ്വസിക്കാനടാ? പറഞ്ഞിട്ടില്ലെങ്കിൽ വിശ്വസിക്കാം. പറയത്തില്ല മാർക്കോ. അവള് മേഘനെ എന്ന് മുതൽ വെറുത്തു തുടങ്ങിയോ അന്ന് തൊട്ട് അവക്ക് കണ്ണൻ സാറിനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. ഏട്ടനാണ് ശരിയെന്ന് അവൾ ഇപ്പൊ പറയുന്നുണ്ട്. അവൾ അങ്ങനെ പറയണം. എന്ന് വെച്ചാ കണ്ണൻ സാറിന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാ അവളെ മേഘന്റെ ഒപ്പം പോയത്. നിന്നെ വിളിച്ചവള് എല്ലാം പറയുന്നുണ്ടല്ലേടാ. അപ്പോ റൂട്ട് ക്ലിയർ ആയല്ലേ? എനിക്കങ്ങനെയാ തോന്നുന്നേ. ഇന്നവിടെ കേക്ക് മുറിക്കുന്നുണ്ടല്ലേ? ആ, രാത്രിയോ പകലോ? രാത്രി എന്നാ പറഞ്ഞേ. രാത്രിയാണെങ്കിൽ മേഘൻ അതിൽ പങ്കെടുക്കാനുള്ള സാധ്യതയില്ല. അവനിനി രാത്രിയിൽ വെളിയിൽ ഇറങ്ങില്ല. പിന്നെ അവിടെ കണ്ണൻ സാറിന്റെ രണ്ടാനമ്മയും അനിയനും പിന്നെ കരുണയും അവളുടെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയേ ഉള്ളൂ. ഇന്ന് അതിൽ നിന്ന് ആരെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കണ്ടേ പേടിപ്പിക്കാൻ? ഉറപ്പായിട്ടും വേണം. പക്ഷെ അത് ആരെ വേണമെന്ന് ഞാൻ അവിടെ ചെന്നിട്ട് പ്ലാൻ ചെയ്യാം. ഞാൻ ഈ വേഷം മാറിയിട്ട് പോയിട്ട് വരാം. ഓക്കെ ഓക്കെ. എടാ, മഞ്ജുവിനെ നീ പിടിച്ചിറക്കി കൊണ്ടുവരികയാണെങ്കിൽ തൽക്കാലം നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് മാറി തന്നാ മതിയല്ലോ. അത്രത്തോളൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. ആ, ഇനി എത്തിക്കോളും. അവളിപ്പോ നമുക്ക് വേണ്ടി ചാരപ്പണി ചെയ്യല്ലേ. അത് അവളുടെ മനസ്സിനകത്ത് നീ കയറിയതുകൊണ്ടാ. കൊച്ചു കള്ളൻ. ഇത്തവണ ഓണത്തിന് മോന്റെ വീട്ടിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് സങ്കടമുണ്ട്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വരുന്ന ആദ്യത്തെ ഓണ. ഈ ഓണത്തിന് ഉണ്ണിയും കരുണയും വീട്ടിൽ വരുന്ന സമയത്ത് മോളും മോനും അവർക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ചിരുന്ന ഓണസദ്യ ഉണ്ടായിരുന്നു. അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ അടുത്ത ഓണത്തിന് നടക്കുമേ. അന്ന് മിക്കവാറും വീൽ ചെയറിലായിരിക്കില്ല കണ്ണേട്ടൻ വരുന്നത്. കണ്ണേട്ടൻ കാറൊക്കെ ഡ്രൈവ് ചെയ്ത് എന്നെ ചേർത്ത് പിടിച്ചോണ്ട് നടന്നായിരിക്കും അമ്മയുടെ മുന്നിലെത്തുക. അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ട് മരിച്ചാലും കുഴപ്പമില്ല മോനെ. എന്തിനമ്മ മരണത്തെ പറ്റി പറയുന്നേ? അമ്മ ഞങ്ങൾക്കൊപ്പം സുഖത്തോടെ സന്തോഷത്തോടെ ഒരുപാട് കാലം ജീവിക്കും. അമ്മയോട് ഞാൻ നേരത്തെ പറഞ്ഞതാ. ഇനി വീടിനകത്ത് ഇയാളുടെ രണ്ടാനച്ഛനും അയാളുടെ അമ്മയും അമ്മയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താ ആ നിമിഷം ആ വീടിന്റെ പടി ഇറങ്ങണം. അമ്മയ്ക്ക് താമസിക്കാൻ ഇഷ്ടംപോലെ വീടുകളുണ്ട്, വില്ലകളുണ്ട്. അവിടെ സുഖത്തോടെയും സന്തോഷത്തോടെയും താമസിക്കാം. ഇടയ്ക്ക് ഞങ്ങൾക്കും അവിടെ വന്ന് ഭയം കൂടാതെ നിൽക്കാമല്ലോ. അതൊക്കെ നമുക്ക് ആലോചിക്കാം മോനെ. ഇപ്പൊ പ്രതാപേട്ടന്റെ മുന്നിലും അയാളുടെ അമ്മയുടെ മുന്നിലും പഴയതുപോലെ പഞ്ചപുച്ചടക്കയല്ല ഞാൻ നിൽക്കുന്നത്. അത്യാവശ്യം അവരുടെ സംസാരത്തിനുള്ള മറുപടി അപ്പൊ തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. അയ്യോ, ആരോ വന്നെന്ന് തോന്നുന്നു. മോനായിരുന്നോ?
ഞാൻ മോനെ ഒന്ന് കാണാനിരിക്കയായിരുന്നു. നന്ദി പറയാൻ. നന്ദിയോ? എന്തിന്? പിന്നെ നന്ദി പറയണ്ടേ? ഇത് 2ാമത്തെ തവണയാ എന്റെ മോളെ മോൻ രക്ഷിച്ചത്. അതുപോലെ ഗുണ്ടകളുടെ ആക്രമണം മണത്തറിഞ്ഞിട്ട് കണ്ണനെയും മോൻ സഹായിച്ചിരുന്നല്ലോ. അതൊന്നും അത്ര വലിയ കാര്യമല്ലമ്മേ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നത് ഒരു സന്തോഷമല്ലേ? മോൻ വാ. സാറേ, അല്ല, അമ്മയുടെ മോളെവിടെ? ഞാനിവിടെ ഉണ്ടേ. ആഹാ, അത് ശരി. അപ്പൊ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടപ്പോ ഓടി കർട്ടന്റെ മറവിൽ കയറിയല്ലേ? നാടകം കളിക്കാൻ പറഞ്ഞത് മാർക്കോ തന്നെയല്ലേ? അപ്പൊ പിന്നെ അത് വേണ്ടി വരുമല്ലോ. ഒരു വാർത്ത അറിയിക്കാനാ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. ആ, എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ എന്നോട് ചോദിക്കരുത്. ഇന്ന് സാറിന്റെ വീട്ടിലൊരു ആഘോഷം നടക്കുന്നുണ്ട്. മഹാലക്ഷ്മി മരിച്ചതിന്റെ ആഘോഷം. ആഘോഷത്തിൽ പങ്കെടുക്കാൻ മഹാലക്ഷ്മിയുടെ 2ാനച്ഛനും അയാളുടെ അമ്മയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് ആരുടെയെങ്കിലും മുന്നിൽ മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെട്ടേ പറ്റൂ. കരുണയെ ഭയപ്പെടുത്തണ്ട. അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതാ. അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. ഇങ്ങനെയുള്ള അനിയത്തിമാർക്ക് എന്തിനാ മഹാലക്ഷ്മി കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്? അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ മാർക്കോ? എനിക്കും അമ്മയ്ക്കൊക്കെ. നിങ്ങൾക്കാർക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ കരുണയുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതുപോലെ തന്റെ വയറ്റിലിപ്പോ ഒരു ജീവന്റെ തുടുപ്പുണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിനെ അമ്മയെ ഒന്നിച്ച് നശിപ്പിക്കാനായിരുന്നേനെ അവരൊക്കെ നോക്കുന്നേ. അതുറപ്പല്ലേ? എന്റെ 2ാനമ്മയാണെങ്കിലും ഞാൻ അമ്മയെന്ന് വിളിച്ച കൂട്ടത്തില ഉണ്ണിയുടെ മഞ്ജുന്റെ അമ്മ. എന്നിട്ട് അവരും കൂടി ചേർന്നാ ഇപ്പോ ആഘോഷം നടത്താൻ പോകുന്നേ. അവരെയൊക്കെ ഇനിയെങ്കിലും സാർ അമ്മയെന്ന് വിളിക്കല്ലേ? സത്യം പറയാലോ, ആ വീട്ടിൽ നിന്ന് അവരെയൊക്കെ അടിച്ചിറക്കി കളയേണ്ട സമയം കഴിഞ്ഞു. നമുക്കാർക്കും അതിന് പറ്റില്ല മാർക്കോ. കപട സ്നേഹവും കണ്ണീരും ഒക്കെ കാണുമ്പോ നമ്മൾ എന്തു കോംപ്രമൈസിനും തയ്യാറാവും. അതൊക്കെ അവര് മുതലെടുക്കുന്നേ. അങ്ങനെയുള്ളവരെ ഈ രീതിയിൽ ഭയപ്പെടുത്തുന്നത് തെറ്റാണെന്ന് ഇപ്പൊ മഹാലക്ഷ്മിക്കും അമ്മയ്ക്കും തോന്നുന്നുണ്ടോ? അതുകൊണ്ടല്ലേ ജീവിതത്തിൽ ഇന്നേ വരെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാനും കണ്ണൻ സാറും അനന്ത് സാറും ഒക്കെ പറയുന്നത് വരെ ഈ കളി തുടരണം മഹാലക്ഷ്മി. ഇന്ന് മഹാലക്ഷ്മി മരിച്ചെന്ന് വിശ്വസിക്കുന്നവരുടെ 3ാമത്തെ രാത്രിയാ. ഈ 3ാമത്തെ രാത്രിയില് കഴിഞ്ഞ ദിവസം മേഘന്റെ വീട്ടിൽ പോയതുപോലെ കണ്ണൻ സാറിന്റെ വീട്ടിലേക്ക് പോണം. ഉറപ്പായിട്ടും അവിടെ കരുണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഉണ്ടാവും. വരട്ടെ, എല്ലാവരും വരട്ടെ. പക്ഷെ അവൻ വരില്ല, മേഘനാഥൻ. അവൻ രാത്രിയെ പേടിച്ചു തുടങ്ങി. അതുപോലെ തന്നെ മറ്റുള്ളവരും ഇരുട്ടിനെ പേടിക്കണം. അങ്ങനെ ഭയന്ന് നിൽക്കുന്നവരുടെ മുന്നിലേക്ക് വേണം മഹാലക്ഷ്മി വെളിച്ചത്തിൽ കയറി ചെല്ലാൻ. മാർക്കോ പറയുന്നതിന് അനുസരിച്ച മതി മഹാലക്ഷ്മി. ഇവൻ പറയുന്നതന്നെ ഇപ്പൊ എന്റെ നിലപാട്. മോനെ, മോനൊരു ദിവസം വീട്ടിലേക്ക് വരണം കേട്ടോ. മോനെന്ന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഞാൻ ഒരുക്കി വെക്കാം. ഓണത്തിന് വരുമോ? ഓണത്തിന് കണ്ണൻ സാറും മഹാലക്ഷ്മിയും അവിടെ കാണില്ലല്ലോ അമ്മേ. അവരുള്ളപ്പോ ഒരു ദിവസം ഞാൻ വരാം. അന്ന് അമ്മ ഉണ്ടാക്കുന്ന സദ്യയൊക്കെ കഴിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. സത്യം പറയാലോ, മോള് പ്രാർത്ഥിക്കുന്ന അയ്യപ്പസ്വാമി തന്നെയാ മോനെ മോളുടെയും കണ്ണന്റെയും അരികിലേക്ക് അയച്ചത്. ആർക്കെങ്കിലും ആപത്തുണ്ടാകുമ്പോ എനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടാവുമേ. അങ്ങനെ ഞാൻ ഒരുപാട് പേരെ രക്ഷിച്ചിട്ടുണ്ട്. പിന്നെ പലപ്പോഴും വിജനമായ വഴിയിലൂടെയൊക്കെയാ എന്റെ സഞ്ചാരം. അതും പാതിരാത്രിയിൽ. അവിടെയും എന്നെ രക്ഷിക്കാനൊരു ദൈവമുണ്ട്. അതുകൊണ്ടാ ദൈവവുമായിട്ട് ഡയറക്റ്റ് കണക്ഷനുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനും സൗഹൃദം കൂടാനും ഒക്കെ എനിക്ക് കഴിയുന്നത്. അല്ല, കണ്ണൻ സാറിന്റെ വിരലുകളാണെങ്കിൽ നമ്മ കണ്ടായിരുന്നോ? കണ്ടു മോനെ, ആ സന്തോഷത്തിലാ ഞാൻ. എന്നാ പിന്നെ സാറേ, ഞാൻ തോമസ് സാറിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം.
എന്റെ കൈയൊക്കെ ഒന്ന് തിരുമ്മിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് സാറിന് എന്നോടുള്ള സ്നേഹം ഇരട്ടിച്ചിരിക്കുക. ശരി. ഇവൻ എന്തു കൊടുത്താലും അത് മതിയാവില്ലമ്മേ. പക്ഷേ അവനൊന്നും ആവശ്യപ്പെടുന്നില്ല, അതാ കഷ്ടം. അവിടെ ഇനിയും വന്നില്ലല്ലോ അമ്മേ. ആ അവള് വന്നില്ലെങ്കിൽ വരണ്ടടാ. ഡോറ് പൂട്ടിയിട്ട് താക്കോൽ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പോകാം. അവള് ദൈവങ്ങളെ പ്രത്യക്ഷപ്പെടുത്താൻ പോയിരിക്കുക അമ്പലത്തില്. ഇനിയിപ്പോ ഏത് ദൈവങ്ങള് പ്രത്യക്ഷപ്പെട്ടാലും അവളുടെ മോള് പ്രത്യക്ഷപ്പെടാൻ പോകുന്നില്ല. ആ ഓ എത്തി. അമ്പലം മൊത്തത്തിൽ വിഴുങ്ങിട്ട് ദാ വരുന്നുണ്ട്. എടാ പ്രതാപ, മോള് മരിച്ചിട്ട് 16 കഴിയുന്നതിന് മുമ്പേ അവൾ അമ്പലത്തിൽ പോകാൻ പാടില്ലടാ. ഓ, അവൾ പോട്ടമേ. എന്നിട്ട് ആ ദോഷം കൂടി പിടിച്ച് തലയിലോട്ട് വെക്കട്ടെ. ഞങ്ങളത് കരണമോളെ കാണാൻ പോകാൻ തുടങ്ങായിരുന്നു. നിന്നെ കാത്തിരുന്നതാ. ഡീ, അമ്പലത്തിൽ ചെന്നിട്ടേ നിന്റെ മോളെ അവിടെ എങ്ങാനും കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ? മോൾ അവിടെ ഒന്നും ചെന്നിട്ടില്ല. പിന്നെ ഇവിളി ഇത് എവിടെ പോയി എന്റെ പ്രതാപ? ആ അതാ ഞാനും ആലോചിക്കുന്നേ. ഒരുത്തൻ എന്റെ മോളെ രാത്രി കണ്ട് പേടിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അതാരാ മോനി? ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. അതെങ്ങനെ അറിഞ്ഞു എന്നൊന്നും ചോദിക്കണ്ട. എന്റെ മോളുടെ പ്രേതത്തെ കണ്ട് പേടിച്ചു എന്നാ കേട്ടത്. അതുകൊണ്ടാ ചോദിക്കുന്നത്, അവളെ നിങ്ങൾ എല്ലാരും കൂടി കൊന്നോ? നിന്റെ മോളെ കാണാത്തത് കൊണ്ട് മാത്രം നിന്റെ കരണത്തെ ഞാൻ കൈവെക്കാത്തത്. അവളെ പോലീസ് ഉൾപ്പെടെ എല്ലാരും അന്വേഷിക്കുന്നുണ്ട്. ഇനി നീ കരുതുന്ന പോലെ അവളെ ആരെങ്കിലും കൊന്ന് ആറ്റിലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശരീരം പൊന്തി വരാതിരിക്കില്ല. അതെ, ഇനി എന്റെ കുഞ്ഞിനെ കത്തിച്ചു കളഞ്ഞതാണെങ്കിലോ? എന്തൊക്കെയാ പ്രതാപ ഇവിളീ പറയുന്നേ? കത്തിച്ചു കളഞ്ഞെന്നോ? ആരാടി അവളെ കത്തിച്ചു കളയുന്നേ? അല്ലെങ്കിൽ തന്നെ അവളെ കത്തിക്കാൻ അവളെന്താ വിറകാണോ? വിറക് കൊണ്ട് മനുഷ്യ ശരീരം കത്തിക്കാൻ പറ്റും. നിന്റെ ഈ ശരീരം ഇപ്പൊ അങ്ങനെ കത്തിക്കണമെന്നാ എനിക്ക് തോന്നുന്നേ. എന്ന് വെച്ചാ ഞങ്ങൾ ഏതാണ്ടൊക്കെ ചെയ്ത പോലെയാണല്ലോ നിന്റെ സംസാരം. ദുഷ്ടൻ. നിന്റെ മോള് ഞാൻ മടങ്ങി വരട്ടെ, അതിനുശേഷം ഇതിലൊക്കെ ഞാൻ മറുപടി പറഞ്ഞോളാം. എന്റെ മോള് മടങ്ങി വരുവോ? ആ അതൊക്കെ നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ഡേ, മക്കൾക്ക് നല്ല ചിന്തയുണ്ടാകണമെങ്കിൽ അമ്മമാരുടെ മനസ്സ് നല്ലതായിരിക്കണം. ഞങ്ങളെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സത്യം. അവളിപ്പോ അവൾക്ക് പറ്റിയ ഒരാളുടെ കൂടെ പറ്റിച്ചേർന്ന് ജീവിക്കുന്നുണ്ടായിരിക്കും. എടി, കരുണമോള് നാളെ ഒരമ്മയാകും. അല്ല, അവൾക്ക് കാണത്തില്ലേടി മോഹിനി അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ? കണ്ണന്റെ കാല് ചലിച്ചു തുടങ്ങി. ഓ, വിരലൊന്ന് അനങ്ങി, അതും വലത് കാലിന്റെ. ഇനി അവൻ വീൽ ചെയറിൽ നിന്ന് എണീക്കാൻ വർഷങ്ങൾ എടുക്കുന്നത് നിന്റെ മോക്കറിയാം. അതുകൊണ്ടാ അമ്മ പറഞ്ഞ പോലെ അവളിപ്പോ മറ്റൊരുത്തിനോടൊപ്പം ജീവിച്ചു തുടങ്ങി കാണുമെന്ന്. അങ്ങനാണെങ്കിലേ അമ്മയെ കാണാൻ മോള് വരും, രണ്ടാം കെട്ടിയനോടൊപ്പം. അല്ലേ അമ്മേ? അല്ലാതെ. എന്നാ പിന്നെ അമ്മ വാ, കൊച്ചവിടെ കാത്തിരിക്കുക. ഞാൻ എടുത്തോ. ഡേ, പോകുന്ന വഴി ഞങ്ങൾ സ്റ്റേഷനിലോടൊന്ന് കയറാം. അവക്ക് എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞാ പിന്നെ നിന്റെ വായിരിക്കുന്നത് ഞങ്ങൾ കേൾക്കണ്ടല്ലോ. നീ വാടാ.
അവിടെ പോയി അവിടെയുള്ളവരുമായിട്ട് ആഘോഷിക്ക്. എന്റെ മോളുടെ ചിത കത്തിക്കാൻ നോക്കിയവരൊക്കെ ഒരുപാട് ചിരിച്ചും സന്തോഷിച്ചും കഴിയുമ്പോ എല്ലാവരുടെയും മുന്നിലേക്ക് എന്റെ മോള് വരും. എന്താ അമ്മേ? എന്നാലും അവള് ചോദിച്ചല്ലോടാ അവിടെ മോളെ കൊള്ളി വെച്ചോന്നു. കുറച്ച് കഴിയുമ്പോഴേ അവളെയും കൂടെ കൊള്ളി വെക്കണം അല്ലേ? എങ്കിലേ ഈ വീടും പറമ്പും എല്ലാം നമ്മുടെ മോളുടെ പേരിലേക്ക് എഴുതി വെക്കാൻ പറ്റും. എന്നാ വിട്ടോ.